ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള നിയമന യോഗ്യതകൾ അല്ലെങ്കിൽ ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് ഒരു ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ചോദ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. കാരണം പലർക്കും ഇതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് ഏതൊക്കെ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു കൃത്യമായ അവബോധം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ 706/2025 എന്ന നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയാണ് എൻ്റെ അതോറിറ്റി. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളതാണ് എൻ്റെ തസ്തികയുടെ പേര്. സാലറി സ്കെയിൽ 53,900 തുടങ്ങി 1,11,100 അവസാനിക്കുന്ന ഉയർന്ന സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്, കാരണം നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലനിൽപ്പുണ്ട്. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലാണ്. SC/ST വിഭാഗങ്ങൾക്ക് മതിയായ പ്രായത്തിൽ ഇളവ് ലഭിക്കും. SC/STക്ക് 5ഉം OBCക്ക് 3ഉം വീതമാണ് ഇളവ് ലഭിക്കുന്നത്. ഇനിയും യോഗ്യതകളിലേക്ക് വരാം. അതായത് ഈ ഒരു പ്രായപരിധിക്കകത്തുള്ള നിർദ്ദിഷ്ട യോഗ്യത അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള സെക്ഷൻ A and B ഓഫ് അസോസിയേറ്റഡ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യ, ഈ ഒരു എക്സാമിനേഷൻ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും മെക്കാനിക്കൽ സ്ട്രീമിൽ നിന്നോ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നോ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഈ ഒരു BTech അല്ലെങ്കിൽ BE ഡിഗ്രി ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ട് ഒരു കാര്യം ഓർക്കേണ്ടത്, ഇതിനകത്ത് ഇക്വലന്റ് UGC, അതായത് കെമിക്കൽ എഞ്ചിനീയറിങ്ങിനോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോ ഈക്വലന്റ് എന്ന് പറഞ്ഞ് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏത് കോഴ്സുകാർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പലപ്പോഴും PSC അത് പറയണമെന്നില്ല. നമുക്ക് ഇതൊന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ ഇത് അപ്രൂവൽ ചെയ്യാൻ പറ്റിയാൽ മാത്രം മതി. അതായത് നിങ്ങൾക്ക് BTech അല്ലെങ്കിൽ BEക്ക് തതുല്യമായിട്ടോ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് എക്സാമിനേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നതിലോ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിനോ തതുല്യമായ രീതിയിൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റുന്ന എന്തുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു പോസ്റ്റ് അപേക്ഷിക്കേണ്ടതാണ്. ഇനിയും ഈ ഒരു പരീക്ഷയുടെ ഓൾറെഡി ഒരു എക്സാമിനേഷൻ്റെ സ്ലോട്ട് കൂടി കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു പോസ്റ്റിന് വേണ്ടി സ്ലോട്ട് അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കുമെന്നാണ് കേരള PSC അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് സമയമുണ്ട് എന്നൊരു ധാരണയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ ആ സമയം വളരെ പെട്ടെന്ന് കടന്നു പോകുമെന്നൊരു നല്ല ബോധ്യം കൂടി വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ലോങ് ബാച്ചായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയമുണ്ട്. അതായത് കൃത്യമായ സമയത്തിൽ കൃത്യമായ സിലബസിന് ആഴത്തിലുള്ള രീതിയിൽ പഠിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകണം. എല്ലാവർക്കും ഇതുപോലെ സമയം കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം എഫർട്ട് ഇടുന്നു എന്നുള്ളതായിരിക്കും നമ്മളെ റാങ്കിൽ ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി ആവരുത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്, മറിച്ച് റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പ് പൊസിഷനിൽ എത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ തയ്യാറെടുക്കുന്നത്. അതിനായിട്ട് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമി നൽകുന്നുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പർ ആകുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സുകൾ നൽകുന്നത്. നമ്മുടെ ലോങ് ബാച്ചായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റിൻ്റെ കോർ ഏരിയാസ് മുഴുവൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ മെക്കാനിക്കൽ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും കോർ ഏരിയാസ് നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. അതിനുശേഷം സിസ്റ്റമാറ്റിക്കായിട്ട് റിവിഷൻ നടത്തി എക്സാമിനേഷൻ കൈപ്പിടിക്ക് ഒതുക്കുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് നൽകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിൻ്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.